വേട്ട എന്ന കഥ ഇവിടെ തുടങ്ങുന്നു. പെട്ടെന്നവൾ ഉണർന്നു. തൊട്ടരികിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ബാലൻ. അയാളുടെ നിശ്വാസത്തിൽ തിളക്കുന്ന മേടം. ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നെന്താണ്? അഗതിയായ ഒരു പെൺകിടാവിനോടുള്ള അനുതാപമോ ബലാത്സംഗത്തിനുള്ള ആസക്തിയോ? രാത്രിക്ക് കനം വെച്ചതോടെ ശബ്ദം ചത്തു. ഒരു മന്ത്രിധ്വനി പോലെ ഉയർന്ന ഉറക്കത്തിന്റെ താളങ്ങൾക്കിടയിൽ താൻ. തൊട്ടടുത്ത് രക്ഷകനായെത്തിയ പുരുഷൻ. രക്ഷ രക്ഷ. കുഞ്ഞ് പെട്ടെന്നനെ ഞെട്ടിയുണർന്നു. വീണ്ടും പൊള്ളുന്ന പനി. കുഞ്ഞു വിറക്കുന്നു. എവിടെയോ ഉറപ്പിച്ച ദൃഷ്ടികൾ. അയ്യോ! ബാലൻ ധൃതിയിൽ ചെന്ന് സിസ്റ്ററെ വിളിച്ചു. സിസ്റ്റർ വന്നു മരുന്ന് കുത്തിവെച്ചു. പിന്നീട് ഡോക്ടർ വന്നു. സ്ട്രിപ്പ് സെറ്റ് നീക്കം ചെയ്തു. നിശബ്ദതയിൽ നിമിഷങ്ങൾ മുങ്ങിച്ചാവുന്നതിനിടയിൽ എപ്പോഴോ കുഞ്ഞിന്റെ പൊരിച്ചൽ നിന്നു. ശരീരത്തിലെ ചൂടിറങ്ങി. കുഞ്ഞിന്റെ ശ്വാസഗതി വീണ്ടും സാധാരണ നിലയിലായി. വീണ്ടും ശബ്ദങ്ങളുടെ ശവക്കല്ലറയിൽ അവൾ ആകാംക്ഷയുടെ തളർച്ചയിലായിരുന്നു. തൊട്ടരികിൽ ബാലൻ. അയാളുടെ വാരി വിഴുങ്ങാനുള്ള ആർത്തി നിറഞ്ഞ നോട്ടം തന്നിൽ. അവൾക്ക് എന്തോ ഭയം തോന്നി. ഇയാൾ എന്തിനാണ് പാവം? എന്തിനാണ് ഇങ്ങനെ തന്നെ നോക്കുന്നത്? ആകാംക്ഷയും വിഭ്രാന്തിയും കൊണ്ട് വശം കെട്ട് അവൾ പതുക്കെ ചുമരിലേക്ക് ചാഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. കനത്ത കൈ ചുമരിൽ വീണപ്പോൾ അവൾ ഉണർന്നു. ദാക്ഷായണി, സങ്കടപ്പെടരുത്, അയാൾ പറഞ്ഞു. പേടിക്കണ്ട, എന്തിനും ഞാനുണ്ട്. നീ ഇതാ ഇവിടെ കിടന്നോളൂ. കുട്ടിക്കും അയാൾക്കും ഇടയിലുള്ള സ്ഥലത്ത് അയാൾ അവളെ കിടത്തി. അയാളുടെ കൈകളുടെ കരുത്തിൽ അവൾ ആശക്തയായി. അവളുടെ മനസ്സിൽ ഭയം പെരുത്തു. വെറും നിലത്ത് കിടക്കുന്ന അവളുടെ ശിരസിൽ അയാൾ തലോടി. തളർച്ചയുടെ ആഴങ്ങളിലേക്ക് അവൾ താണുകൊണ്ടിരുന്നു. മറ്റേതോ നിമിഷത്തിൽ ബാലൻ വീണ്ടും വിളിച്ചു, ദാക്ഷായണി. അവൾ ഞെട്ടി എഴുന്നേറ്റു. നേരം ഒരുപാടായി, അയാൾ പറഞ്ഞു. ഇനി നിന്നാൽ പറ്റില്ല. വീട്ടിൽ അമ്മ കാത്തിരിക്കാവും. അവൾ അയാളെ തന്നെ നോക്കി. അവളുടെ കണ്ണുകളിലേക്ക് രാത്രിയുടെ ഇരുട്ടിറങ്ങി. ഞാൻ രാവിലെ വരാം. അയാൾ എഴുന്നേറ്റു. ഒരു നിമിഷം കുനിഞ്ഞു നിന്ന് കുഞ്ഞിനെ ശ്രദ്ധിച്ചു. പിന്നെ വന്നു കയറിയതുപോലെ ഇറങ്ങി നടന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾക്ക് തൊണ്ട കടഞ്ഞു. മുന്നിലെ മഹാശൂന്യതയെ നോക്കി ഒരു നിമിഷം അന്തം വിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ കവിളിൽ കൈ ചേർത്തു. അവളുടെ മനസ്സിൽ ഒരു മലയ മറന്നു. കുഞ്ഞു ഒരു മഞ്ഞക്കട്ടയായിരിക്കുന്നു. പോയി പോയി. ശബ്ദമില്ലാത്ത വിലാപം അവളുടെ കാതുകളിൽ നിറഞ്ഞു. ഉള്ളിൽ നിന്നുയർന്ന അവളുടെ വിധിയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. ആസ്പത്രിയിലൂടെ അപ്പോൾ വീശിയ കാറ്റ് ആ വിലാപം ഏറ്റുവാങ്ങി. എല്ലാം ദുരിതങ്ങൾക്കും സാക്ഷിയായി കാറ്റ് പുറത്തെ മരത്തലപ്പുകളിൽ അലമുറയിട്ടു. പോകരുത്, പോകരുത്. വേട്ട എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു.